ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നേഴ്സ് ട്രാവൽ ഡയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കേരള രജിസ്ട്രേഷനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കേരള രജിസ്ട്രേഷൻ്റെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് പാടുപെട്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും പഠിച്ചത് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ആന്ധ്രാപ്രദേശിൽ പഠിച്ച് ഞാനിപ്പോൾ കേരളത്തിൽ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കേരള രജിസ്ട്രേഷൻ്റെ ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെ എൻ്റെ കൈ കിട്ടി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് കേരള രജിസ്ട്രേഷൻ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് ആ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് സൈറ്റ് വഴി ചെയ്യാം കേരള രജിസ്ട്രേഷൻ്റെ. അല്ലെങ്കിൽ നമുക്ക് അക്ഷയ പോയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കേരള രജിസ്ട്രേഷൻ സൈറ്റ് നമ്മൾ ഗൂഗിളിൽ അടിച്ച് നമുക്ക് കിട്ടും. അതിൽ പോയിട്ട് നമ്മൾ റെസിപ്രോക്കൽ വഴിയാണ് ചെയ്യണത്. അതിനെക്കുറിച്ച് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഞാൻ ആ വഴിയല്ല ചെയ്തത്. ഞാൻ അക്ഷയ പോയിട്ട് ഡയറക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ പറയാം. ഞാൻ അക്ഷയ ചെന്നു, എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാമായിട്ടാണ് ചെന്നത്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു കയ്യിൽ. എന്ന് വെച്ചാൽ ഞാൻ ആന്ധ്രയിൽ പഠിച്ച അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനങ്ങനെ അവിടെ ചെന്ന് സർട്ടിഫിക്കറ്റ്സൊക്കെ ആയിട്ട് ചെന്ന് ആ ചേച്ചിനോട് ചെയ്യണം എന്ന് പറഞ്ഞു. ആ ചേച്ചിക്ക് അറിയാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ അക്ഷയ ചെല്ലുമ്പോൾ നിങ്ങൾ ആദ്യം മസ്റ്റായിട്ട് ചോദിക്കേണ്ട കാര്യം, അക്ഷയയിലെ ആൾക്കാരോട് ചോദിക്കേണ്ട കാര്യം ഇത് ചെയ്തിട്ടുണ്ടോ എന്നാണ്. കാരണം കുറേ പേരെങ്കിൽ മെസ്സേജ് ഇട്ടാൽ അവർ ചെയ്ത അക്ഷയക്കാർക്ക്, ചിലവർക്ക് അറിയാത്തവരിത് കൊണ്ട് ചെയ്യിക്കണവർക്ക് അവിടെ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോകുന്ന അക്ഷയക്കാർക്ക് അത് ചെയ്യാൻ അറിയാവുന്ന ആദ്യം ചോദിക്കാം. അങ്ങനെ ഞാൻ അക്ഷയ ചെന്ന് ഈ സംഭവം ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുത്ത് അവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തിട്ട് ഒരു പ്രിൻ്റ് ഔട്ട് തന്നു. ഇങ്ങനെയാണ് ആ പ്രിൻ്റ് ഔട്ട്. ഇതിൻ്റെ ഫ്രണ്ട് വശം ഇങ്ങനെ ഇരിക്കും. അതായത് കേരള നഴ്സിംഗ് കൗൺസിലിന് അപ്ലൈ ചെയ്ത് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസും പേരും ആ രജിസ്ട്രേഷൻ നമ്പേഴ്സൊക്കെ ഉള്ള ഒരു പ്രിൻ്റ് ഔട്ടാണ്. ഇതിൻ്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെയും ഇതിൻ്റെ ബാക്കിലൊരു പേജുണ്ട്. ഇതിൻ്റെ ബാക്കിലെ പേജ് ഇങ്ങനെയുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രിൻ്റ് ഔട്ട് കളർ കോപ്പിയാണ് എനിക്ക് തന്നത്. കുറച്ചുകൂടെ കളറിൽ കോപ്പി ആയിട്ടാണ് തന്നത്. ബാക്കിൽ കണ്ടോ, 1000 രൂപ അടച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. നമ്മളത് 1000 രൂപ അടക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രിൻ്റ് ഔട്ട് ആ സൈറ്റിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾ ഇതായിട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ പ്രിൻ്റ് ഔട്ട് കിട്ടും. അക്ഷയ ചെന്ന് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രിൻ്റ് ഔട്ട് ഇട്ടിട്ട് ചെയ്യേണ്ട കാര്യം, ഈ പ്രിൻ്റ് ഔട്ട് ഇട്ടിട്ട് വെറുതെ പ്രിൻ്റ് ഔട്ട് കൈ വെച്ചിട്ടിരിക്കരുത്. നമ്മൾ ഈ പ്രിൻ്റ് ഔട്ട് കിട്ടിയ ശേഷം ഇതിൻ്റെ ബാക്കിൽ തന്നെ അവർ പറയുന്നുണ്ട് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ, ഇതിൽ കൊടുത്ത സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പ്രിൻ്റ് ഔട്ട് അയക്കാൻ വേണ്ടിയിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ABCDEF എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതിൽ A എന്ന് വെച്ച് കഴിഞ്ഞാൽ SSLC ബുക്കിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുക. ഒന്നില്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ ആ ഒരു ഇത് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കണം. അതിൻ്റെ ഒരു കോപ്പി, പിന്നെ ഡിഗ്രി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഡിഗ്രിയുടെ കോപ്പി, അതുപോലെ പാരൻറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ്, നമ്മുടെ ആ നഴ്സിംഗ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ് ചോദിക്കണം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് ലാസ്റ്റ് രജിസ്റ്റേർഡ് കൗൺസിൽ. അതായത് അവരതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ ആന്ധ്രാപ്രദേശിൽ പഠിച്ചു, അല്ലാണ്ട് നമ്മളിപ്പോൾ വേറെ സ്ഥലത്ത് എന്തെങ്കിലും പോയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടിയാണ് ചോദിക്കുന്നത്. അതായത് ഞാൻ ആന്ധ്രയിൽ പഠിച്ചിട്ട് ഇപ്പോൾ കർണാടകയിൽ പോയി വർക്ക് ചെയ്ത് അവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആന്ധ്രയിൽ നിന്ന് ഡയറക്റ്റ് കേരളത്തിലോട്ടാണെങ്കിൽ അത് മതി. അതാണ് അവർ അങ്ങനെ ഉദ്ദേശിച്ചേക്കണം. ഇനി അടുത്തത് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്രിൻസിപ്പൽ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് INC റെക്കഗ്നേഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ദ പ്രിൻസിപ്പൽ. ഈ ഒരു സംഭവം എന്താ പറയുക, ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായ സംഭവമാണ്. കാരണം ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്ത സമയത്ത് എനിക്കിത് മാൻഡേറ്ററി ആയിട്ട് തോന്നിയില്ലായിരുന്നു. കാരണം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ INC ഇല്ലാത്ത പിള്ളേർക്കും INC ഇല്ലാത്ത കോളേജിൽ പഠിച്ച പിള്ളേർക്കും കേരള രജിസ്ട്രേഷൻ ചെയ്യാം, INC ഇല്ലാത്ത പിള്ളേർക്ക് കേരള രജിസ്ട്രേഷൻ ചെയ്യാമെന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അതിനനുസരിച്ച് ആക്റ്റും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായി. ഞാൻ അങ്ങനെ അത് വിചാരിച്ച് വീഡിയോ ചെയ്യുകയും ചെയ്തു. രജിസ്ട്രേഷൻ തന്നെ അയച്ചു കൊടുത്താൽ മതി എന്നാണ് ഞാൻ അതിൽ പറഞ്ഞത്. അത് കഴിഞ്ഞ് എനിക്ക് മെസ്സേജസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും സെർച്ച് ചെയ്ത് പിന്നെ ഞാൻ കേരള നഴ്സിംഗ് കൗൺസിലിനെ വിളിച്ച് ചോദിച്ചു, INCയുടെ റെക്കഗ്നൈസേഷനുള്ള ഇത് മസ്റ്റാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അത് വേണം, അതില്ലാണ്ട് അവർ ആപ്ലിക്കേഷൻ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞു. INC ഇല്ലാത്ത കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് ശരിക്കും ഇതിനെതിരെ ലീഗലായിട്ട് നമുക്ക് മൂവ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. കാരണം പക്ഷേ അത് വേണ്ടാന്നുള്ള രീതിയിൽ ഓൾറെഡി കോർട്ട് ഓർഡർ ഉണ്ട്. പക്ഷേ കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്ലിയർ ആയിട്ട് എനിക്ക് അതിനൊരു മറുപടി കിട്ടിയില്ലായിരുന്നു. ആ സമയത്ത് ഒരു കോൾ കട്ട് ചെയ്യുകയാണ് ചെയ്തത്.
പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അയക്കുക. അപ്പോൾ സർട്ടിഫിക്കറ്റ്സിന് കാര്യത്തിൽ ഡൗട്ട് വരരുത്. SSLC, ഡിഗ്രി, അതുപോലെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ INCയുടെ സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. അപ്പം ഇത്രയും നമ്മൾ കോപ്പി എടുത്ത് അയക്കുകയാണ് വേണ്ടത്. കോപ്പി എടുത്ത് അയക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. സെൽഫ് അറ്റസ്റ്റ് മീൻസ് നമ്മൾ സൈൻ ചെയ്യുക. ആ കോപ്പി എടുത്തിട്ട് ആ കോപ്പിയുടെ സൈഡിലൊന്ന് സൈൻ ചെയ്യുക. സൈൻ ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലൊരു അഡ്രസ്സ് കാണിച്ചിട്ടുണ്ട്, കണ്ടതേ. ഇതിൻ്റെ അടിയിലൊരു അഡ്രസ്സുണ്ട്. പോസ്റ്റൽ അഡ്രസ്സ് എന്ന് പറയുന്നത് രജിസ്ട്രാർ, കേരള നഴ്സസ് ആൻഡ് മിഡ്വൈസ് കൗൺസിൽ, റെഡ് ക്രോസ് റോഡ്, നിയർ ജനറൽ ഹോസ്പിറ്റൽ, തിരുവനന്തപുരം. ഈ ഇതിലോട്ട് നമ്മൾ സ്പീഡ് പോസ്റ്റായിട്ടോ നോർമൽ പോസ്റ്റായിട്ടോ അയക്കാം. ഞാൻ അയച്ചത് നോർമൽ പോസ്റ്റാണ്. കാരണം 2 പേർക്കൂടെ പെട്ടെന്ന് എത്തും എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഈ സംഭവം നമ്മൾ എത്രയും പെട്ടെന്ന് അയക്കാവോ അത്രയും പെട്ടെന്ന് അയക്കാം. കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, 2 മാസമായിട്ട് അയച്ചിട്ടില്ല, 3 മാസമായിട്ടില്ല, പ്രശ്നമാവുമോ എന്നൊക്കെ പറഞ്ഞു. ഒരു കുട്ടി മെസ്സേജ് അയച്ചത് എനിക്ക് 1 വർഷമായിട്ട് ഞാൻ ഈ സംഭവം ചെയ്ത്, പക്ഷെ ആ കൊച്ചു കോപ്പീസ് അയച്ചിട്ടില്ല. ആ കൊച്ചിനെ അറിയില്ലായിരുന്നു ഇതയക്കണമെന്നുള്ള. അക്ഷയക്കാർ പറഞ്ഞില്ലെന്നാണ് ആ കൊച്ചു പറയുന്നത്. ഈ കോപ്പീസ് അയക്കുന്ന കാര്യം അറിയാണ്ട് 1 വർഷത്തോളം ആ കുട്ടി കോപ്പീസ് അയച്ചില്ല. ഇനി 1 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് എനിക്കറിയില്ല, ഡയറക്റ്റ് കൗൺസിലിനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ കോപ്പീസ് പെട്ടെന്ന് അയക്കാം. ഈ കോപ്പീസ് അയച്ചു കൊടുത്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു മെയിലിന്. അങ്ങനെ എനിക്കൊരു മെയിൽ വന്നു. ആ മെയിൽ ഞാൻ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ NOCക്ക് വേണ്ടിയിട്ട് ആന്ധ്രയിലോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത്? കേരള യൂണിവേഴ്സിറ്റി, ആന്ധ്ര യൂണിവേഴ്സിറ്റിയോട്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ പഠിച്ചത്, കർണാടക, തമിഴ്നാട്, അവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ NOCക്ക്. നമ്മൾ അതിൻ്റെ ഇടയിലൊന്നും ചെയ്യണ്ട. കയറി NOCക്ക് അപ്ലൈ ചെയ്ത് പോയവരുണ്ട്. അതിനെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുന്ന ചോദിച്ചിട്ടുണ്ട്. പക്ഷെ വലിയ ഇഷ്യൂ ഇല്ല. അങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി ആണ് NOC, അവർ തന്നെയാണ് വാങ്ങുന്നത്. ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്തത് കൊണ്ട് എന്തെങ്കിലും വ്യത്യാസം വരുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിവൊന്നും ഉണ്ടായില്ല. ആ മെയിൽ വരാൻ എനിക്ക് 1 മാസം കഴിഞ്ഞു. 1.5-2 മാസം അടുക്കി എടുത്തു. അതായത് ഞാൻ NOCക്ക് ഇങ്ങനെ അയച്ചിട്ടുണ്ടെന്നുള്ളൊരു മെയിൽ വരാൻ. ഈ മെയിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അറിവൊന്നുമില്ല, NOC കിട്ടുന്നില്ല. ഈ മെയിൽ വന്നിട്ട് ഒരു അറിവുമില്ല. ഭയങ്കര ഡിലേ. എന്താ ഇപ്പോൾ ചെയ്യുക, എന്താ ഒരു അറിവില്ലാത്തത്. എനിക്കാണെങ്കിൽ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അങ്ങനെ ഞാൻ ആന്ധ്രാപ്രദേശിന് ഡയറക്റ്റായിട്ട് വിളിച്ചു. ഗൂഗിളിലൊക്കെ നമ്പറൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ വിളിച്ചു. അപ്പോൾ ആ നമ്പർ വേണം എന്നുള്ളൊരു ഈ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. ഈ നമ്പേഴ്സാണ് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്ത നമ്പേഴ്സ്. അതുപോലെ മെയിൽസൊക്കെ ഞാൻ അയച്ച് നമ്പേഴ്സിലൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്തു. കോൺടാക്ട് ചെയ്ത് വന്നപ്പോഴാണ് ഒരു നമ്പറിൽ എനിക്ക് കിട്ടി. സംഭവം കിട്ടിയിട്ട് അവർ പറഞ്ഞു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മെയിലിൽ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഏതാണ് ആ നമ്പറെന്ന് ഞാൻ നോട്ട് ചെയ്തില്ല കേട്ടോ. അത് കഷ്ടമായിപ്പോയി, അല്ലെങ്കിൽ കറക്റ്റ് എനിക്ക് പറയാമായിരുന്നു. ഇതിൽ ഒരു നമ്പറാണ്. അങ്ങനെ എല്ലാ മെയിൽ ഐഡിയിലോട്ടൊക്കെ മെയിൽ അയച്ച് ലാസ്റ്റ് മെയിൽ അയച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ എനിക്ക് തോന്നി. കാരണം ഞാൻ ആ മെയിലൊക്കെ അയച്ച് എനിക്ക് 2.5 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും സംഭവം എനിക്ക് വന്ന്. എന്ത്? കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ നിന്ന് എനിക്ക് 2ാമതൊരു മെയിൽ വന്നത് ഞാൻ ഈ സൈഡിൽ കാണിക്കാം. നിങ്ങളുടെ NOC റിസീവ് ആയി, നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കേരള രജിസ്ട്രേഷൻ കൗൺസിലിന് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം NOC കിട്ടിയല്ലോ, ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തു. ഞാൻ കേരള നഴ്സിംഗ് കൗൺസിലിന് അയച്ചു കൊടുത്ത അഡ്രസ്സ് എന്ന് പറയുന്നത് ഈ പ്രിൻ്റ് ഔട്ടിൽ കാണിച്ച അഡ്രസ്സാണ്. ഈ പ്രിൻ്റ് ഔട്ടിൽ നമ്മൾ ആദ്യം പോസ്റ്റ് അയച്ച അഡ്രസ്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രം നഴ്സിംഗ് കൗൺസിൽ, മിഡ്വൈഫ് കൗൺസിൽ എന്നുണ്ട്. ഈ അടിയിൽ ലാസ്റ്റ് കിടക്കുന്ന ഈ അഡ്രസ്സിലോട്ടാണ് ഞാൻ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അയച്ചു കൊടുത്തത്. അങ്ങനെ ഞാൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് പോസ്റ്റ് വഴി തന്നെ അയച്ചു കൊടുത്തു. പക്ഷേ ഞാൻ ഒരു ബന്ധത്തിലും കാണിച്ചായിരുന്നു, ഞാൻ ട്രാക്കിംഗ് ID വാങ്ങിച്ചില്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു, അയ്യോ ഞാൻ ട്രാക്കിംഗ് ID ഒന്നും വാങ്ങിച്ചില്ലല്ലോ, ഇത് എത്തിക്കാണോ എന്നൊരു ടെൻഷനാണ്. ശരിക്കും നിങ്ങൾ അയക്കുമ്പോൾ നിങ്ങൾ ട്രാക്കിംഗ് ID വാങ്ങണം. അതായത് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു മണ്ടത്തരം വരാതിരിക്കാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിൽ നിന്ന് ട്രാക്കിംഗ് ID വാങ്ങാം. പിന്നെ അഡ്രസ്സ് എഴുതുമ്പോൾ കറക്റ്റ് നോക്കി വിടുക. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ഒറിജിനലാണ് അയക്കുന്നത്. സർട്ടിഫിക്കറ്റ് നമുക്ക് നഴ്സിംഗ് കേരള രജിസ്ട്രേഷൻ കൗൺസിലിൽ നേരിട്ട് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റും. കാരണം ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ പോസ്റ്റ് വഴി അയക്കാൻ പേടിയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കൊണ്ട് കൊടുക്കാം. പക്ഷെ തിരിച്ചവർ കേരള രജിസ്ട്രേഷൻ ചെയ്ത നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ തരുന്നത് പോസ്റ്റ് വഴിയായിരിക്കും. കയ്യിൽ ഡയറക്റ്റ് തരില്ല. പക്ഷെ നമ്മുടെ രജിസ്ട്രേഷൻ മാറ്റാനുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കാം. ഈ സംഭവം എനിക്ക് കിട്ടാണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ അയച്ചു കൊടുത്തിട്ട് അപ്ഡേഷൻ ഇല്ല. കിട്ടിയോന്ന് എനിക്ക് അറിയില്ല. ലാസ്റ്റ് ടെൻഷനായിട്ട് ഞാൻ ഡയറക്റ്റ് കൗൺസിലിൻ്റെ അടുത്ത് ചെന്നു. ഞാൻ ട്രിവാൻഡ്രം വരെ പോയി.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം വരെ ഒറ്റയ്ക്ക് ഞാൻ വെളുപ്പിനെ ട്രെയിൻ കയറി ഞാൻ പോയി ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന്. കാരണം അത്രയും സമാധാനം കിടത്തിയൊരു സംഭവമാണ് ഈ കേരള രജിസ്ട്രേഷൻ. ട്രിവാൻഡ്രം പോയി എൻക്വയറി ചെയ്തു. ഞാനിങ്ങനെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ അയച്ചിട്ട് എനിക്ക് NOC ഒക്കെ റിസീവ് ആയതാണ്, ഒറിജിനൽ കിട്ടിയിട്ടില്ല കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ എന്നൊക്കെ പറഞ്ഞ് എൻക്വയറി ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ 1.5 ആഴ്ചക്കുള്ളിൽ കിട്ടും. ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പം തന്നെ വേണം, കാരണം എനിക്ക് വർക്കിന് കയറണ്ട. അതായത് ഞാൻ ആ ഫെബ്രുവരി ലാസ്റ്റ് ടൈമിൽ ഞാൻ പോയി എൻക്വയറി ചെയ്യുന്നത്. കാരണം മാർച്ചിൽ എനിക്ക് വർക്കിന് കയറണം, മാർച്ച് സ്റ്റാർട്ടോടെ എനിക്ക് വർക്കിന് കയറണം, എറണാകുളം GH വർക്കിന് കയറണം. എന്നിട്ട് ഞാൻ അങ്ങനെ ടെൻഷൻ അടിച്ച് ഇവരോട് ഇപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു എന്തെന്നാണ് പറ്റില്ല, സംഭവം ഇങ്ങനെ കയ്യിൽ തരാൻ പറ്റില്ല, 1.5 ആഴ്ച എടുക്കും, അത് റെഡി ആക്കുവാണെന്ന് പറഞ്ഞു. റിക്വസ്റ്റ് ചെയ്ത് വേഗം ആക്കണമെന്ന് പറഞ്ഞ് 1.5 ആഴ്ച കൊണ്ട് കിട്ടുമല്ലോ എന്നുള്ള സമാധാനത്തിൽ വീട്ടിൽ വന്നു. പക്ഷെ കറക്റ്റ് 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ സാധനം കൈ കിട്ടിയിരിക്കും. ഇതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഷോർട്ടാക്കി പറയാം. ഫസ്റ്റ് ഞാൻ അക്ഷയ ചെന്നു, ഞാൻ ഈ പ്രിൻ്റ് ഔട്ട് എനിക്ക് കിട്ടി, 1000 രൂപ അടച്ചു. അക്ഷയയിൽ ഞാൻ 10,200 സംതിങ് രൂപ കൊടുത്തു. ഈ പ്രിൻ്റ് ഔട്ടിൽ കാണിച്ച കോപ്പീസൊക്കെ ഞാൻ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് സൈൻ ചെയ്തു. അതിൻ്റെ അടിയിൽ കാണുന്ന നമ്പറിൽ ഞാൻ അയച്ചു. അയച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നു NOCക്ക് വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല, NOC കിട്ടുന്ന മെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്തു. കഴിഞ്ഞിട്ട് NOC റിസീവ് ആയെന്നുള്ള മെയിലിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത്. അങ്ങനെ മെയിൽ വന്നു, എനിക്ക് NOC റിസീവ് ആയെന്നുള്ള മെയിൽ വന്നു. ഒറിജിനൽ അയക്കാൻ പറഞ്ഞു. ഒറിജിനൽ ഞാൻ പോസ്റ്റ് വഴി അയച്ചു. കറക്റ്റ് ഈ അഡ്രസ്സിൽ തന്നെയാണ് അയച്ചത്. നിങ്ങൾ ട്രാക്കിംഗ് ID വാങ്ങണം. ഒറിജിനൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മൾ അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കാം. ഒന്ന് അയക്കുന്ന അഡ്രസ്സ്, ഒന്ന് നമുക്ക് റിസീവ് ആവേണ്ട അഡ്രസ്സ്. നമ്മുടെ കറക്റ്റ് പോസ്റ്റ് ഓഫീസ് അഡ്രസ്സ് കൊടുത്തില്ലെങ്കിൽ വേറെ പോസ്റ്റിലോട്ട് പോകും, പിന്നെ ടെൻഷൻ അടിച്ച് നടക്കേണ്ടി വരും. അങ്ങനെ സംഭവം എനിക്ക് ക്ലിയറായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഇൻസ്റ്റയിലാണെങ്കിൽ ഇൻസ്റ്റ ID ഫോളോ ചെയ്ത് അതിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ചെറിയ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക. ബൈ ഗൈസ്.